സ്വകാര്യ ബസ് വ്യവസായത്തെ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. കേരളത്തിന്റെ പൊതുഗതാഗതത്തിൽ സ്വകാര്യ ബസ്സുകൾ അവിഭാജ്യ ഘടകമാണ്. 2001 കേരളത്തിൽ 32,000 സ്വകാര്യ ബസ്സുകൾ ഉണ്ടായിരുന്നു. ഇന്ന് കേരളത്തിൽ സ്വകാര്യ ബസ്സുകളുടെ എണ്ണം 7,000-ൽ താഴെയാണ്. ഇതിലൂടെ സർക്കാരിന് വലിയ തോതിൽ വരുമാനം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് സ്റ്റേജ് കാരിയേജ് ബസ്സുകൾക്ക് 10% ടാക്സ് കുറച്ച് നൽകുന്ന കാര്യം ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിലൂടെ ധനമന്ത്രി പ്രഖ്യാപിച്ചതെന്നും ഗതാഗത വകുപ്പ് മന്ത്രി മൂന്നാറിൽ വ്യക്തമാക്കി. ജനസദസ്സുകൾ വിളിച്ചു കൂട്ടുകയും അവിടെ ഉയർന്ന ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് പ്രൈവറ്റ് ബസ്സുകൾ കൊടുക്കുകയാണ്. സർക്കാർ ഈ വ്യവസായത്തെ വിജയിപ്പിക്കാൻ തന്നെയാണ്. ഇന്നലത്തെ ശ്രീ ബാലഗോപാൽ അവതരിപ്പിച്ച ധനകാര്യ വകുപ്പിന്റെ ബഡ്ജറ്റിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നു, കേരളത്തിലെ പൊതു ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ സ്റ്റേജ് കാരേജ് പ്രൈവറ്റ് ബസ്സുകൾ ഒരു അവിഭാജ്യ ഘടകമാണ്. 2001 ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരിക്കുമ്പോൾ കേരളത്തിൽ 32,000 പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു. അത് 2006 ആകുമ്പോൾ 36,000 പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു. നിങ്ങൾ ആലോചിക്കണം, ഇന്ന് കേരളത്തിൽ പ്രൈവറ്റ് ബസ്സുകളുടെ എണ്ണം 7,000-ൽ താഴെയാണെന്ന് അറിയണം. അപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ വരുമാനം എത്രത്തോളം ഇടിഞ്ഞു. ഒരു പ്രൈവറ്റ് ബസ് ഒരു വർഷം ഓടുമ്പോൾ നികുതി ഇനത്തിൽ 1,00,000 രൂപയും കുറഞ്ഞത് 2 പേർക്കെങ്കിലും തൊഴിൽ കിട്ടുകയും ചെയ്യുമായിരുന്നു. മാത്രമല്ല, ഒരു ബസ് ഒരു ദിവസം പെട്രോൾ പമ്പിൽ കയറി ഡീസൽ അടിക്കുമ്പോൾ 50 മുതൽ 100 ലിറ്റർ വരെ ഡീസൽ അടിക്കും. ചെറിയ ബസ്സുകൾ 50 ലിറ്ററും വലിയ ബസ്സുകൾ 100 ലിറ്ററും ഡീസൽ അടിക്കാറുണ്ട്. ഇതിന്റെ എല്ലാം നികുതിയുടെ ഭാഗം കേരള സർക്കാരിന് കിട്ടുമായിരുന്നു. GST അല്ല, ഡീസലിന് അടിക്കുന്നതിന് പൈസ. ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വിലയിരുത്തണം. അതുകൊണ്ട് തന്നെയാണ് സ്റ്റേജ് കാരേജ് ബസ്സുകൾക്ക് 10% ടാക്സ് കുറച്ചു കൊടുക്കാൻ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിച്ചത്.